അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ 4 ഉപാധികൾ വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധം വിജയിച്ചു എന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് ഇറാൻ അങ്ങോട്ട് അമേരിക്കക്ക് മേൽ ഉപാധികൾ വെക്കുന്നത്. കീഴടങ്ങുകയല്ല, മറിച്ച് ഞങ്ങൾ വിജയം നേടിയെന്ന ഒരു അവകാശവാദമാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് പറയുന്നത് തെക്ക് വടക്ക് ഭാഗത്തുള്ള ലൈൻ കപ്പൽ നീക്കങ്ങൾ പൂർണ്ണമായും ക്ലോസ് ചെയ്യുമെന്നതാണ്. ഒമാനുമായി ബന്ധപ്പെട്ട തീരപ്രദേശത്തുള്ള ഭാഗത്തു കൂടെയുള്ള കപ്പലുകളുടെ റൂട്ട് പൂർണ്ണമായും അടച്ചു കളയും. രണ്ടാമത്തേത് പറയുന്നത് ഒരു പ്രത്യേകമായ ടെമ്പററി ലൈൻ ഷിപ്പുകളുടെ നീക്കത്തിനായി ഇറാൻ നിശ്ചയിക്കും. ഈ റൂട്ട് 2 മുതൽ 4 മാസം വരെ ഈ റൂട്ടുകൾ ഉപയോഗിക്കാം. ഈ റൂട്ടിലൂടെ ആയിരിക്കണം കപ്പലുകളെല്ലാം പാസ് ചെയ്യുന്നത്, അതും ഇറാന്റെ അനുമതിയോട് കൂടെ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ പീരീഡിനിടയിൽ അമേരിക്കയുമായി 2ാം ഘട്ട ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരിക്കണം. ആ ചർച്ചകൾ നടന്നിരിക്കുന്നില്ല എങ്കിൽ, അത് പൂർണ്ണമാകുന്നില്ലെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യും. അതോടൊപ്പം 4ാമത് പറയുന്ന ഉപാധി അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം, ഇപ്പോൾ കപ്പലുകൾക്കുള്ള ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഇറാന് കയറ്റുമതി ചെയ്യാനുള്ള അവരുടെ എണ്ണയും മറ്റുമൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള പൂർണ്ണമായ അനുമതി, അതിനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കിക്കളയണം. അതോടൊപ്പം പ്രധാനമായി മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ഇറാന്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള കണ്ടുകെട്ടിയിട്ടുള്ള എല്ലാ സമ്പത്തും മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ എല്ലാ അസറ്റുകളും കൈമാറിയിരിക്കണം. ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ അമേരിക്ക പാലിച്ചെങ്കിൽ മാത്രമേ ഈ ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. കപ്പൽ ആ നിശ്ചയിച്ച റൂട്ടിലൂടെ പാസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചിരിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനായിരുന്നോ എന്നതാണ്. ഇറാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റികൾ മാത്രമല്ല, അവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഇത് പൊക്കിക്കളയുക, നശിപ്പിച്ചു കളയുക, അവരുടെ പ്ലാന്റുകൾ നശിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധത്തിന്റെ കാരണങ്ങളായി പറഞ്ഞത്, അവരുടെ ലക്ഷ്യമായി പറഞ്ഞത്. ആ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുക പോലും ഇല്ല. നേരെ മറിച്ച് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോർമുസ് തുറക്കാൻ വേണ്ടി ഇറാനുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. യഥാർത്ഥ ലക്ഷ്യം അത് ഇപ്പോൾ ചർച്ചകളിൽ പോയിട്ട് പരാമർശങ്ങൾ പോലുമില്ല. ട്രംപ് തന്നെ ഇപ്പോൾ ന്യൂക്ലിയർ വിഷയത്തെ പരാമർശിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്ക് എല്ലാവരുടെയും ചർച്ചകൾ മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുറന്നു കിടക്കുന്ന കടലിടുക്കാണ്. പക്ഷെ യുദ്ധത്തിലൂടെ ഇറാൻ കൈവരിച്ച നേട്ടമാണത്. ഇപ്പോൾ അതിനുവേണ്ടി ആ പിടിച്ചെടുത്ത അധികാരം, യുദ്ധത്തിലൂടെ ഇറാൻ നേടിയെടുത്ത പുതിയ അധികാരം, അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ആലോചിക്കുന്നത്. എങ്കിൽ ഈ യുദ്ധത്തിലെ സമ്പൂർണ്ണ വിജയം ഇറാനാണെന്ന് പറയാൻ കഴിയും. പൂർണ്ണ പരാജയം ട്രംപിനും അമേരിക്കക്കും ഇസ്രയേലിനും ഈ യുദ്ധത്തിലൂടെ ഉണ്ടായി എന്ന കാര്യം വ്യക്തമാണ്.